ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജെറീക്കോയുടെ കോട്ടയെ ഇടിച്ചു തകർക്കുക എന്നതിനെ പറ്റിയാണ്. ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് തടസ്സങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർ കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ജീവിത യാത്രയിൽ, മുന്നോട്ടുള്ള യാത്രയിൽ അവർ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് ജെറീക്കോ കോട്ട അവരുടെ മുൻപിൽ ഒരു തടസ്സമായി ഉയർന്നു നിന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, അനേകരുടെ ചോദ്യം ഇതാണ്: ദൈവമേ, ഈ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ യാത്ര വളരെ സുഗമമായിരുന്നേനെ. ഒരിക്കൽ ബയോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിത്രശലഭത്തെക്കുറിച്ച്, സ്കൂളിലെ കുട്ടികൾക്ക് ചിത്രശലഭത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും മുട്ടയിടലിനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം അവർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കണ്ടോ, മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ഈ പുഴുവിനെ പോലിരിക്കുന്ന രൂപത്തിൻ്റെ പേരാണ് പ്യൂപ്പ. ഇനി ഈ പ്യൂപ്പ എന്ന് പറയുന്ന പുഴുവിനെ പോലിരിക്കുന്ന രൂപത്തിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള ഒരു ആവരണമുണ്ട്. ഈ കട്ടിയുള്ള ഈ തടസ്സത്തെ ഈ പുഴു അതിജീവിച്ച് കഴിയുമ്പോഴാണ് അത് ചിത്രശലഭമായിട്ട് മാറുന്നത്. ഈ തടസ്സം കാരണമാണ് ആ പുഴുവിന് ചിറകുകൾ കിട്ടുന്നത്, പറന്നു പോകാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അധ്യാപകൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികൾ വീണ്ടും അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്: ഈ പുഴുക്കളിൽ കുറേ എണ്ണം ചിത്രശലഭമായിട്ട് മാറി പറന്നു പോയി കഴിഞ്ഞു. എന്നാൽ അതിൽ ഒരു പുഴു കഷ്ടപ്പെടുകയാണ്. ഈ പുറത്തുള്ള കട്ടിയായ ആവരണത്തെ എങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് ഒത്തിരി സങ്കടം തോന്നി. ആ കുട്ടി കയ്യിലുണ്ടായിരുന്ന ചെറിയ ഒരു കത്രിക എടുത്ത് ആ പ്യൂപ്പാടെ പുറത്തുണ്ടായിരുന്ന ആവരണത്തെ അങ്ങ് മുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ആ പുഴുവിന് പുറത്തു വരാൻ എളുപ്പമായിരിക്കും. എന്നാൽ ആ പുഴുവിന് പിന്നീട് ഒരിക്കലും ഒരു ചിത്രശലഭമായിട്ട് മാറാനായിട്ട് സാധിച്ചില്ല. അധ്യാപകൻ വന്നപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഇനി ഒരിക്കലും ഈ പ്യൂപ്പായ്ക്ക് ഒരു ചിത്രശലഭമായി പറന്നുയരാനായിട്ട് സാധിക്കത്തില്ല. ദൈവം ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഈ തടസ്സത്തെ ബലം പ്രയോഗിച്ച് അതിജീവിച്ച് കഴിയുമ്പോഴാണ് പറക്കുവാനുള്ള ശക്തി ഈ പുഴുവിനെ പോലിരിക്കുന്ന ചിത്രശലഭത്തിൻ്റെ പ്യൂപ്പാക്കി കിട്ടുന്നത്. ഇതുപോലെ ദൈവ മക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ശക്തരായിത്തീരുന്നത്, നമ്മൾ വളരുന്നത്, നമ്മൾ അഭിഷേകത്തിൽ വളരുന്നത്, വിശുദ്ധിയിൽ വളരുന്നത്, ദൈവിക പ്രകാശത്തിൽ വളരുന്നത് എന്നെല്ലാം അറിയാവുന്ന ദൈവപിതാവ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കുക. എല്ലാ ദൈവമനുഷ്യരുടെയും ജീവിതത്തിൽ തടസ്സമുണ്ടായി. അബ്രഹാത്തിന് തടസ്സമുണ്ടായി, ഇസഹാക്കിന് ധാരാളം തടസ്സങ്ങളുണ്ടായി, യാക്കോബിന് തടസ്സമുണ്ടായി, മോശയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ഇവിടെ ഇതാ ജോഷുവായും കൂട്ടരും തടസ്സത്തെ നേരിടുകയാണ്. നിങ്ങൾ മെഡ്രാസിലെ, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വെല്ലൂരിലെ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലോകത്തിലെ തന്നെ പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് വെല്ലൂരിലെ CMC, വെല്ലൂരിലെ ക്രിസ്ത്യൻ കോളേജ്, മെഡിക്കൽ കോളേജ്. ഇത് സ്ഥാപിച്ചത് ഐഡ സ്കഡർ എന്ന് പറയുന്ന ഒരു വിദേശ വനിതയാണ്, വെള്ളക്കാരിയാണ്. ഈ ഐഡ സ്കഡർ തീരെ കുഞ്ഞ് പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടികളെല്ലാം അവളെ ഒരുപാട് പരിഹസിക്കുമായിരുന്നു. അതിൻ്റെ കാരണം എല്ലാ പെൺകുട്ടികളുടെയും കണ്ണുകൾക്ക് നീല നിറമാണ്. വെള്ളക്കാരാണ്. ആ പ്രദേശത്തുള്ള എല്ലാ പെൺകുട്ടികളുടെയും കണ്ണുകൾക്ക് നീല നിറമുള്ള കണ്ണുകളാണ്. ഐഡ സ്കഡറിന് മാത്രം കറുപ്പ് നിറമാണ്. നീലയ്ക്ക് പകരം കറുപ്പ് കൃഷ്ണമണികളാണ്. അപ്പോൾ എല്ലാവരും കളിയാക്കും, ഓ, ഇത് നമ്മുടെ വർഗത്തിൽപ്പെട്ട പെണ്ണല്ല, ഇത് വേറെ ഏതോ നാട്ടുകാരിയാണ്. അന്ന് ഒരുപാട് സങ്കടമുണ്ടായിരുന്നെങ്കിലും ആ സങ്കടത്തെ അതിജീവിച്ചുകൊണ്ട് ഐഡ സ്കഡർ പഠിച്ച് മിടുക്കിയായി ഒരു മെഡിക്കൽ ഡോക്ടറായി. യേശുവിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങിയ ഐഡ സ്കഡർ ഇന്ത്യയിലെ പാവപ്പെട്ടവരായ സ്ത്രീകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലേക്ക് കടന്നു വരികയും തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ ഇടയിൽ, പാവപ്പെട്ട സ്ത്രീകളുടെ ഇടയിൽ ഡോക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു. യേശുവിൻ്റെ സ്നേഹവും പകർന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ സമയത്തൊരു അത്ഭുതമുണ്ടായത് ഇതാണ്: ഈ ഡോക്ടർ ഐഡ സ്കഡർ തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കൊരു വെള്ളക്കാരിയായിട്ട് തോന്നിയില്ല. ഒരു സുന്ദരിയായ ഇന്ത്യക്കാരി സ്ത്രീയാണെന്ന് തോന്നിയുള്ളൂ. കാരണം ഐഡ സ്കഡറിൻ്റെ കണ്ണുകൾ നീല നിറമല്ലായിരുന്നു, കറുത്ത കണ്ണുകളായിരുന്നു.
തങ്ങളിൽ ഒരാളായിട്ട് തന്നെ പെട്ടെന്ന് സ്വീകരിക്കാനും, ഇതൊരു വെള്ളക്കാരിയല്ല, ഇതൊരു ഇന്ത്യക്കാരിയാണെന്ന് പെട്ടെന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ ഈ കറുത്ത കണ്ണുകൾ കാരണമായി തീർന്നു. ഐഡ സ്കഡർ പിന്നീട് അതിനെപ്പറ്റി പലയിടത്തും പ്രസംഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, ഭൂമി സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ, ഈ ലോകത്തെ നീ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇന്ത്യയിൽ പോകുമെന്നും അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളോട് യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുമെന്നും ഡോക്ടറായി തീരുമെന്നും അറിയാമായിരുന്ന എൻ്റെ ദൈവം അവരുടെ ഇടയിൽ എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി എൻ്റെ കണ്ണുകൾ ഇന്ത്യക്കാരുടെ കണ്ണുകൾ പോലെ ആക്കിക്കൊണ്ടാണ് എന്നെ വിദേശ രാജ്യത്ത് സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, ഓരോ തടസ്സത്തെയും നമ്മൾ അതിജീവിക്കുമ്പോൾ നമ്മൾ വളരുകയാണ്. ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന പെൺകുട്ടി അന്ധയായിരുന്നു. 2 കണ്ണുകൾക്കും കാഴ്ചയില്ലായിരുന്ന ഫാനി ക്രോസ്ബി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവളെ തൊട്ടു. യേശു അവളുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തിരിച്ചു കൊടുത്തില്ല. പക്ഷേ അവളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറഞ്ഞു, അഭിഷേകം നിറഞ്ഞു. നിങ്ങൾക്കറിയാമോ, 6000-ലധികം ക്രിസ്തീയ ഗാനങ്ങൾ ഫാനി ക്രോസ്ബി എഴുതി. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 6000-ലധികം ക്രിസ്തീയ ഗാനങ്ങൾ 2 കണ്ണും കണ്ടുകൂടാത്ത ഫാനി ക്രോസ്ബി യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എഴുതി. ഇന്ന് നമ്മുടെ പല ദേവാലയങ്ങളിലും ഇംഗ്ലീഷ് കുർബാന കൊടുക്കുന്ന സമയത്തൊക്കെ പാടുന്ന പല ഗാനങ്ങളും ഫാനി ക്രോസ്ബി എഴുതിയ പാട്ടുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ അവസാനം വരെ ഫാനി ക്രോസ്ബിയുടെ പാട്ടുകൾ ആളുകൾ പാടുന്നു. ഫാനി ക്രോസ്ബി മരിച്ചുപോയി, എങ്കിലും അവളുടെ പാട്ടുകളിലൂടെ അവൾ ഇന്നും ജീവിക്കുന്നു. നോക്കുക, 2 കണ്ണും 2 കൈയും ചെവിയും കാലും കണ്ണും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയത്? അവൾക്ക് 6000 പാട്ടുകൾ എഴുതാൻ സാധിച്ചു. ഒരിക്കൽ ഒരു മനുഷ്യൻ അവളോട് ചോദിച്ചു, ഫാനി ക്രോസ്ബി, നിനക്ക് 2 കണ്ണുകളും കാണാൻ പറ്റാത്തതിൽ സങ്കടമില്ലേ? അവൾ പറഞ്ഞു, ഇല്ല. അയാൾ ചോദിച്ചു, അതെന്താ കാരണം? ഞാൻ ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല. അന്ധത, ഇരുട്ട് മാത്രമാണ് എൻ്റെ മുൻപിൽ. ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് എൻ്റെ കർത്താവിൻ്റെ സൗന്ദര്യമായിരിക്കും. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ആദ്യം കാണാൻ പോകുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സൗന്ദര്യമാണ്. എൻ്റെ കണ്ണുകൾ ആദ്യം ദർശിക്കുന്ന കാഴ്ച പൂക്കളല്ല, കിളികളല്ല, മനുഷ്യരല്ല, ചെടികളല്ല, അതെൻ്റെ കർത്താവിനെയാണ്. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ കർത്താവിനെ കാണാൻ എൻ്റെ ഹൃദയം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അകക്കണ്ണുകൾ എൻ്റെ കർത്താവിനെ കാണാൻ തയ്യാറായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനും തകർന്നു പോകാവുന്ന ഒരവസ്ഥയിൽ, നിരാശപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥയിൽ, ദൈവം എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ആക്കിയെന്ന് ചോദ്യം ചെയ്യാവുന്ന അവസ്ഥയിൽ, ആ ജെറിക്കോ കോട്ടയെ തകർത്തുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി തീരുകയാണ്. നമ്മുടെ പരിമിതികളും കുറവുകളും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ പ്രവർത്തിക്കുന്നതിന് അയോഗ്യരാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസമില്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല, ഞാൻ ചെറിയ കുടുംബത്തിലാണ് പിറന്നത്, ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മാറിയിരിക്കരുത്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണം, കർത്താവേ, ഫാനി ക്രോസ്ബിയെ അഭിഷേകം ചെയ്തതുപോലെ എന്നെ ഇന്ന് അഭിഷേകം ചെയ്യുകയും യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ആത്മാക്കളെ നേടുവാൻ, ദൈവരാജ്യം പടർത്തുവാൻ അങ്ങയുടെ കരങ്ങളിലെ ഒരു ഉപകരണമാക്കി എന്നെ നീ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിച്ചത്, ഇസ്രായേൽ ജനത്തിന് ഒരു തടസ്സമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കും തടസ്സമുണ്ടാകും, ഭയപ്പെടരുത്. തടസ്സങ്ങൾ നമ്മളെ വളർത്തുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലെ രഹസ്യ അജണ്ടയാണ്. 2, ഇസ്രായേലിന് ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. തടസ്സമുണ്ടായിരുന്നെങ്കിലും ഇസ്രായേൽ പതറിപ്പോയില്ല. കാരണം ഇസ്രായേലിന് വാഗ്ദാനമുണ്ടായിരുന്നു. എന്താണ് ആ വാഗ്ദാനം എന്നറിയാമോ? പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് ഞാൻ നിങ്ങളെ എത്തിക്കും. ഈ ഒരൊറ്റ വാഗ്ദാനത്തിൻ്റെ പുറത്താണ് ഇസ്രായേൽ ജനം മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് വാഗ്ദാനം തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കാനായിട്ട് പറ്റണം. ഹെബ്രായ ലേഖനം 13:5 പറയുന്നില്ലേ, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. ഈ ഒരു ഒറ്റ വചനത്തെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതുപോലെ വാഗ്ദാനങ്ങളിൽ പിടിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെ പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. വന്ധ്യമായി പോയ തൻ്റെ ഭാര്യ സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിഞ്ഞിട്ടും തൻ്റെ ശരീരത്തിന് ശക്തി ഇല്ലാതിരുന്നുവെന്നറിഞ്ഞിട്ടും അവൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോയില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ!
ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, മക്കളില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ ഒരൊറ്റ വാഗ്ദാനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അബ്രഹാം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയുമില്ലാത്ത ഒരവസ്ഥയിലാണോ നിങ്ങൾ? അബ്രഹാം നമ്മുടെ വല്യപ്പച്ചനാ. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. എന്നിട്ട് പറയുകയാണ്, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചേയില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, എന്ന് വെച്ചാൽ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, താങ്ക് യു ജീസസ്, ദൈവമേ മഹത്വം 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 എന്ന് പറഞ്ഞ് നിരാശ വരുമ്പോൾ നിരാശയെ പരാജയപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മുറിയിൽ കിടന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ച് അവൻ നിരാശയെ പരാജയപ്പെടുത്തി അവൻ മുന്നോട്ട് പോയി. സാത്താൻ നിരാശയിലൂടെ ആഞ്ഞടിച്ചപ്പോഴെല്ലാം അവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ നിരാശപ്പെടാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പൗലോസിന്റെ കരങ്ങളിൽ പിടിച്ച് പരിശുദ്ധാത്മാവ് എഴുതുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അബ്രഹാം വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. ഇന്ന് നിങ്ങൾ ജോലിയില്ലാതിരിക്കുകയാണോ? സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ? കല്യാണം നടക്കുന്നില്ലേ? കുഞ്ഞുങ്ങളില്ലേ? കുടുംബം തകർന്നു പോയോ? പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലെങ്കിലും പ്രതീക്ഷയോടെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഇസ്രായേലിന് ഒരു പങ്കാളി ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഹാഡ് എ പാർട്ട്ണർ, ഒരു പങ്കാളി ഉണ്ടായിരുന്നു. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 13, 14, 15 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. ജോഷുവ ജെറീക്കോയെ സമീപിച്ചപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. അതാ ഒരു മനുഷ്യൻ തനിക്കെതിരായി വരുന്നു. ഊരിപ്പിടിച്ച വാളുമായി ഒരു മനുഷ്യൻ മുൻപിൽ നിൽക്കുന്നു. ജോഷുവ ചോദിച്ചു, നീ എൻ്റെ പക്ഷത്താണോ ശത്രുവിൻ്റെ പക്ഷത്താണോ? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ സൈന്യാധിപനാണ്, ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്. ഇത് കേട്ടതും ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് ഈ മാലാഖയെ ബഹുമാനിക്കുകയാണ്. ഇറ്റ് വാസ് എൻ ഏഞ്ചൽ. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനല്ല, മനുഷ്യരൂപത്തിൽ വന്ന ഒരു മാലാഖയായിരുന്നു. ഉടനെ ജോഷുവ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം എൻ്റെ മുൻപിൽ ഒരു തടസ്സമുണ്ട്, ഒരു കോട്ട ഉയർന്നു നിൽക്കുന്നു. ഇതിനെ എനിക്ക് അതിജീവിക്കണം. ഞാൻ എന്ത് ചെയ്താൽ എനിക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും? ഉടനെ ദൈവദൂതൻ മറുപടി പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പുകളെ അഴിച്ചു മാറ്റുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു വചനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹോറേബിൻ്റെ മുൾപ്പടർപ്പിൽ പരിശുദ്ധനായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ മോശയോടും ആദ്യം പറയുന്നത് ഇത് തന്നെയാണ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പുകളെ അഴിച്ചു മാറ്റുക. നമ്മുടെ ദൈവത്തിന് പരിശുദ്ധിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന വചനം ഇതാണ്, നീ പരിശുദ്ധനായിരിക്കുക, ഞാൻ പരിശുദ്ധനാണ്. കഴിഞ്ഞ തലമുറയിൽ മോശയുടെ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. ചെരുപ്പെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മാലിന്യങ്ങളും പറ്റിപ്പിടിക്കുന്ന ഒന്നാണ്. ചാണകവും വഴി കിടക്കുന്ന അഴുക്കും എല്ലാ അഴുക്കുകളും ചെരുപ്പിൽ പറ്റിപ്പിടിക്കും. ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, ലോകവുമായിട്ടുള്ള നമ്മുടെ യാത്രയിൽ ലോകം നമുക്ക് തരുന്നതെല്ലാം പറ്റിപ്പിടിക്കുന്നതിൻ്റെ അടയാളമാണ് ചെരുപ്പ്. ലോകം നമുക്ക് തന്നിരിക്കുന്ന മുഴുവൻ അഴുക്കുകളെയും ഊരിക്കളഞ്ഞുകൊണ്ട് നീ ദൈവത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വരാൻ ദൈവം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. മോശയോട് പറഞ്ഞ അതേ വചനം ജോഷുവയോടും പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ തലമുറകളോടും ദൈവം സംസാരിക്കുന്നു. ഒരു തലമുറയോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, എല്ലാ തലമുറകളോടും സംസാരിച്ചിട്ട് പറയാണ്, എല്ലാ തലമുറകൾക്കുമുള്ള എൻ്റെ സന്ദേശം ഇതാണ്, ഞാൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണാം, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാനും ശത്രുക്കളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാനുമായി പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അശുദ്ധമായതൊന്നും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടെ നിന്ന് നിങ്ങളെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പാളയം പരിശുദ്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, 17-ാമത്തെ വാക്യം പ്രത്യേകിച്ചെടുത്ത് വെച്ച് വായിക്കുക. അവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് അവിടെ നിന്ന് നിങ്ങളെ വിട്ടുപോകാതിരിക്കാൻ പാളയം പരിശുദ്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന് കണ്ണുപൊത്തിക്കളയേണ്ട എന്തെങ്കിലും അവിടെ ഉണ്ടോ? ദൈവം പറയാണ്, ഞാൻ നിന്നെ വിട്ടുപോകും. ദൈവത്തിന് മൂക്ക് പൊത്തേണ്ടി വരുമോ? ദൈവത്തിന് നിങ്ങളുടെ വീട്ടിലെ സംസാരം കേട്ട് കാതു പൊത്തേണ്ടി വരുമോ? അശുദ്ധമായത് എന്തെങ്കിലും പാളയത്തിൽ കണ്ട് അവിടെ നിന്ന് നിങ്ങളെ വിട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ പാളയത്തെ നിങ്ങൾ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ,
ദൈവം എന്നും നമ്മുടെ പങ്കാളിയാണ്. ദൈവം എന്നും നമ്മുടെ പക്ഷത്താണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും എന്ന് റോമ 8:31 ഒരു ചോദ്യമുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? നമ്മൾ അതിനുള്ള വില കൊടുക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടി നമ്മുടെ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നുണ്ടോ? നമ്മുടെ വീട് ഒരുക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബം ഒരുക്കുന്നുണ്ടോ? ജീവിതം ഒരുക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ജോഷുവ ദൈവത്തിൻ്റെ സഹായം കണ്ണുകൊണ്ട് കണ്ടു. പക്ഷേ ആ സഹായം കൂടെ നിൽക്കണമെങ്കിൽ ദൈവം ഒരു വലിയ കാര്യം ചോദിക്കുകയാണ്. ഞാൻ പരിശുദ്ധനാ, അതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ജോഷുവയും കൂട്ടരും ദൈവത്തെ ആരാധിക്കുന്നതാണ്. ദൈവം ഇപ്രകാരം ആദ്യം തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, 7-ാമത്തെ ദിവസം ജനങ്ങളെല്ലാം കോട്ടയ്ക്ക് ചുറ്റും നടക്കണം, കാഹളമൂതണം, ഉച്ചത്തിൽ ആർപ്പിട്ട് ദൈവത്തെ ആരാധിക്കണം. പുരോഹിതന്മാർ പെട്ടകവുമായി മുൻപേ നടക്കണം, ജനങ്ങൾ പുറകെ നടക്കണം, എന്നിട്ട് ആർപ്പിടണം. അപ്പോൾ ജെറിക്കോ കോട്ട ഇടിഞ്ഞു വീഴും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. 6 ദിവസം ജനങ്ങളെ ചുമ്മാ കോട്ടയ്ക്ക് ചുറ്റും നടത്തുകയാണ്. 7-ാമത്തെ ദിവസമായപ്പോൾ കർത്താവ് പറയുകയാണ്, ആർപ്പിടുക, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഈ ജനത്തെ വിശുദ്ധീകരിക്കാൻ കുറച്ച് സമയം വേണം. വിശുദ്ധീകരിക്കാതെയുള്ള കൈയടി ദൈവത്തിന് സ്വീകാര്യമല്ല. വിശുദ്ധീകരിക്കാതെ കൈ പൊക്കിയടിച്ചാലും കൈ താത്തിയടിച്ചാലും കൈ ചരിച്ചടിച്ചാലും തുള്ളിച്ചാടിയാലും ദൈവത്തിന് സ്വീകാര്യമല്ല. ഈ ആരാധന നടക്കുന്നതിന് മുൻപാണ് ദൈവം ജോഷുവയോട് പറയുന്നത്, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരു മണ്ടത്തരം പറ്റാറുണ്ട്. നമ്മളിൽ ഒരുപാട് പേർക്ക് ഒരു ധാരണയുണ്ട്, എങ്ങനെ പോയാലും കുഴപ്പമില്ല, തൊണ്ട പൊട്ടിച്ച് സ്തുതിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരും. വരത്തില്ല മക്കളെ. അങ്ങനെയൊക്കെ വരാനായിരുന്ന കേരളം പണ്ടേ സ്വർഗമായി പോയനെ. കേരളം സ്വർഗമൊന്നും ആയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കാരണം ഇതാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാതെയുള്ള സ്തുതിപ്പ് നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാതെയുള്ള കൈയടി നടക്കുന്നുണ്ട്. ദൈവം പറഞ്ഞത് കേൾക്കാതെയുള്ള തുള്ളിച്ചാട്ടം നടക്കുന്നുണ്ട്. ദൈവം ആദ്യം പറഞ്ഞത് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റി നീ വിശുദ്ധീകരിക്കുക. അതിനുശേഷം പറയാണ്, 6 ദിവസം അവരെ തന്നെ വിശുദ്ധീകരിക്കാൻ വിട്ടുകൊടുത്തു. 6 ദിവസം കൊണ്ട് അവർ അവരെ വിശുദ്ധീകരിച്ചു. 7-ാമത്തെ ദിവസം പറയുക, ഇനി നിങ്ങൾ ആരാധിക്കുക. 29-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വചനം പറയുന്നു, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ ദൈവത്തെ ആരാധിക്കുവിൻ. 96-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വചനം പറയുന്നു, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ ദൈവത്തെ ആരാധിക്കുവിൻ. ഒരേ വചനം സങ്കീർത്തനത്തിൽ 2 പ്രാവശ്യം 2 സ്ഥലത്ത് ദൈവം ആവർത്തിച്ചിരിക്കുന്നു. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവിൻ. അശുദ്ധിയോടുകൂടി കൈ എത്ര പൊക്കിയടിച്ചിട്ടും കാര്യമില്ല, ഹൃദയത്തിൽ വെറുപ്പ് വെച്ചിട്ട് കറങ്ങി തുള്ളിച്ചാടിയിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, തൊണ്ട പൊട്ടിച്ചിട്ടും കാര്യമില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരിസ്മാറ്റിക് നവീകരണം സഭയിൽ വരുന്നതിന് മുമ്പ് സഭയിൽ എത്രയോ വിശുദ്ധരാണ് മൗന പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടെ ജീവിച്ച് ഇന്ന് നമ്മൾ കാണുന്നതിൻ്റെ എത്രയോ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയിൽ നടന്നിട്ടുണ്ട്. ഞാനൊരു കരിസ്മാറ്റിക് പ്രീച്ചറാണ്, ഞാൻ കരിസ്മാറ്റിക് ധ്യാനം നടത്തുന്ന വ്യക്തിയുമാണ്. എങ്കിലും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഒച്ചയും ബഹളവും വിശുദ്ധിക്ക് പകരമല്ല. ഉച്ചത്തിലുള്ള സ്തുതിപ്പ് വിശുദ്ധിക്ക് പകരമല്ല. കയ്യടി വിശുദ്ധിക്ക് പകരമല്ല. തുള്ളിച്ചാട്ടം അനുസരണത്തിന് പകരമല്ല. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവിൻ. അങ്ങനെ അവർ 7-ാമത്തെ ദിവസം വിശുദ്ധ ജനമായി കോട്ടയ്ക്ക് ചുറ്റും നടന്ന് ആർപ്പിട്ട്, നമ്മൾ കരിസ്മാറ്റിക്കാരെ പോലെ തന്നെ ഉച്ചത്തിൽ കാഹളമൂതി കൈയടിച്ച് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കോട്ടയുടെ മുകളിൽ ഇറങ്ങി വന്നു. വിള്ളൽ വീണു, കോട്ട തകർന്നു വീണു. ജനം അകത്തേക്ക് പാഞ്ഞു കയറി, ശത്രുക്കൾ കീഴടങ്ങുകയാണ്, കോട്ട പിടിച്ചെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തല ഉയർത്തി നിന്ന ജെറിക്കോ കോട്ട ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ തകർന്നു വീഴുന്നതായിട്ട് നമ്മൾ കാണുക. തടസ്സത്തെ ജനം അതിജീവിക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ under the anointing of the Holy Spirit, പരിശുദ്ധാത്മ അഭിഷേകത്താൽ അവര് ജയിക്കുകയാണ്. അവസാനമായിട്ട് ദൈവം അവർക്ക് വിജയം കൊടുത്തു. ഇത് മനുഷ്യൻ്റെ വിജയമല്ല. കാരണം ദൈവത്തെ മനുഷ്യൻ ആരാധിച്ചപ്പോൾ കോട്ടയിലൊന്ന് തൊടുക പോലും ചെയ്യാതെ, ഒരാൾ പോലും തൊട്ടിട്ടില്ല, കോട്ടയ്ക്ക് ചുറ്റും നടന്ന് അവർ ദൈവത്തെ ആരാധിച്ചതേ ഉള്ളൂ. കോട്ട ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. 1 കൊറിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം തരുന്ന ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. കാണുക,
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം തരുന്ന ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 21 സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ തിരുവചനം, യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ വിശുദ്ധീകരണം. പാപങ്ങൾ ഏറ്റു പറയുന്നു, നിരപ്പ് പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നു, ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുന്നു, പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കുന്നു. അതാണ് യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. നമ്മൾ കുതിരയെ സജ്ജമാക്കിയാലും വിജയം നൽകുന്നത് കർത്താവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതം ഒന്നിനും കൊള്ളാത്തൊരു ജീവിതമാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയാണ്. പിന്നീട് വരുന്ന ഓരോ തടസ്സങ്ങളും കാണുമ്പോൾ നമുക്കറിയാം, എൻ്റെ പ്രൊമോഷൻ വരികയാണ്, എൻ്റെ ഉയർച്ച വരികയാണ്, എന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം കൈപിടിച്ച് കൊണ്ടുപോകാൻ പോവുകയാണ്. ഓരോ തടസ്സങ്ങളും ഞാൻ ഹഡിൽസ് ചാടുന്നത് പോലെ ചാടിക്കടക്കും. നിങ്ങൾ ഈ പോൾ വോട്ട് ചാടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ ടെലിവിഷനിൽ വലിയൊരു വടി കുത്തിപ്പിടിച്ച് ചാടുന്നവരെ കണ്ടിട്ടുണ്ടോ? സാധാരണ ചാടുന്നതിനേക്കാളും ഒരുപാട് ഉയരത്തിൽ ചാടാനായിട്ട് സാധിക്കും. ഈ വടിയാണ് യേശു ക്രിസ്തു. നിന്റെ വടിയെടുത്ത് നീ ചെങ്കടലിൻ്റെ നേരെ നീട്ടുക. ഈ പോൾ വോട്ട് എന്ന് പറയുന്ന വടിയുടെ അറ്റത്ത് കുത്തി ചാടുമ്പോൾ നല്ല ഉയരത്തിൽ ചാടി അപ്പുറത്ത് പോയി വീഴാൻ സാധിക്കും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്താൽ നമുക്ക് കോട്ടകളെ ചാടി കടക്കുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. സുഭാഷിതം 21:31, കുതിരയെ യുദ്ധത്തിന് സജ്ജമാക്കേണ്ടത് നമ്മളാണ്, ഞാനും നിങ്ങളുമാണ്. പക്ഷെ അതുകൊണ്ട് വിജയം കിട്ടത്തില്ല, വിജയം നൽകുന്നത് കർത്താവാണ്. ഒരു സംഭവം പറഞ്ഞ് ഇന്നത്തെ വചനം തിരുവചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കാം. നെപ്പോളിയൻ ചക്രവർത്തി ലോകത്തെ കിടുകിടാ വിറപ്പിക്കുന്നു. യൂറോപ്പ് മുഴുവൻ മുട്ടിടിക്കുകയാണ്, വിറക്കുകയാണ്. രാജ്യങ്ങൾ ഓരോന്നായി കീഴടക്കി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും തോറ്റു പോവുകയാണ്. ഇനി അദ്ദേഹം പരാജയപ്പെടുത്താൻ പോകുന്നത് ഹംഗറി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ല. എന്നതാ പറഞ്ഞത്, കോട്ടയവും ആലപ്പുഴയും കൂടെ ചേർന്നത്രയും കാണുമായിരിക്കും. ഒരു കൊച്ചു രാജ്യമാണ് ഈ ഹംഗറി എന്ന് പറയുന്നത്. ഈ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കുവാൻ നെപ്പോളിയൻ ആയിരക്കണക്കിന് പട്ടാളക്കാരുമായിട്ട് വന്ന് തമ്പടിച്ചു. രാത്രി ആയതിനാൽ യുദ്ധം ചെയ്തില്ല, അദ്ദേഹം വിശ്രമിക്കുകയാണ്. ഹംഗറിക്കാർക്ക് മനസ്സിലായി, നമ്മുടെ പുരുഷന്മാരെ എല്ലാം നെപ്പോളിയൻ കൊന്നൊടുക്കും. അവരൊറ്റ പരിപാടി ചെയ്തു. രാത്രിയിൽ ദേവാലയങ്ങൾ തുറന്നിട്ടു. പ്രിയപ്പെട്ടവരെ, മെഴുകുതിരികൾ കത്തി നൈറ്റ് വിജിൽ ആരംഭിക്കുകയാണ്. ഒരാൾ പോലും വീട്ടിൽ കിടന്നില്ല. സകലരും ദേവാലയത്തിലെത്തി, മുട്ടുകൾ മടക്കി കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തിന്റെ നാമം വിളിച്ചു. ആരാധനകൾ ഉയർന്നു. ഹൃദയത്തിൽ നിന്നും സ്നേഹവും ബഹുമാനവും ആരാധനയായി നിലവിളിയായി ഉയർന്നു. കണ്ണുനീർ കണങ്ങൾ ദേവാലയത്തിൽ അടർന്നു വീണു. രാത്രി കൃത്യം 12 മണിയായപ്പോൾ എല്ലാ ദേവാലയങ്ങളിലും ഒരുമിച്ച് കൂട്ടമണി മുഴങ്ങി. ആരാധനയുടെ മധ്യത്തിൽ ജനങ്ങളെല്ലാം ഒന്നിച്ചാരാധിച്ചപ്പോൾ പള്ളികളിൽ കൂട്ടമണി മുഴക്കി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൂരെ മരത്തണലിൽ വിശ്രമിച്ചിരുന്ന നെപ്പോളിയൻ ഈ മണിയടിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരോട് പറഞ്ഞു, അയ്യോ, എനിക്ക് തോന്നുന്നു നമ്മുടെ ശത്രുക്കൾ എല്ലാവരും കൂടെ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ ഹംഗറിയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമാണ് മണിയടി കേൾക്കുന്നത്. അവർക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. കാരണം ബാക്കി എല്ലാ രാജ്യങ്ങളും കൂടെ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് യുദ്ധം ചെയ്യേണ്ട, നമുക്കങ്ങ് പിൻവാങ്ങാമെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ പട്ടാളക്കാരെയും കൂട്ടി യുദ്ധം ചെയ്യാതെ മടങ്ങിപ്പോയെന്ന് ചരിത്രം, ലോക ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നത് മനുഷ്യരാണ്, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. അന്ന് രാത്രിയിൽ ഹംഗറിയിലെ പാവപ്പെട്ട ജനങ്ങൾ ദൈവത്തിന് മുമ്പിലേക്ക് ഉയർത്തിയ നിലവിളി, ദൈവം ഇറങ്ങി വന്ന് ജെറിക്കോയുടെ കോട്ടയെ തകർത്ത് കളഞ്ഞു. ഇടിച്ചു നിരപ്പാക്കുന്ന ദൈവം ഇറങ്ങി വന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ നെപ്പോളിയനെ തകർത്തുകൊണ്ട്, നെപ്പോളിയന്റെ ഉള്ളിൽ ഒരു ഭയം വിതച്ചുകൊണ്ട് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി. നമ്മുടെ ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ബൈബിളിൻ്റെ ദൈവം മാത്രമല്ല നമ്മുടെ ദൈവം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ബൈബിളിൽ. ആ പുസ്തകത്തിന് അവസാനമില്ല. ബാക്കി എല്ലാ പുസ്തകവും ആമേനൊക്കെ പറഞ്ഞ് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പുസ്തകത്തിന് അവസാനമില്ല. 28 അധ്യായങ്ങളേ ഉള്ളൂ. എന്നിട്ട് ഒരു അവസാനം ഇല്ലാതെ ഇട്ടിരിക്കുക. എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ തുടരുന്നു. 29-ാം അധ്യായം എഴുതേണ്ടത് ഞാനും നിങ്ങളുമാണ്. 30, 31, 32, 33, 34, 50, 100 അധ്യായങ്ങൾ എഴുതേണ്ടത് ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ദൈവമാണ് യേശു ക്രിസ്തു. അവിടുന്ന് ജീവിച്ചിരിക്കുന്നു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവിടുന്ന് ഇന്നും ജീവിക്കുന്നു, അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നു. നാം വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആരാധിച്ചാൽ,
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേലിറക്കിക്കൊണ്ട് ആരാധിക്കരുത്. ബഹളമിട്ട് മാത്രം ദൈവത്തെ കൊണ്ടുവരാമെന്നും വിചാരിക്കരുത്. ബഹളമൊക്കെ ദൈവത്തിന് ഇഷ്ടമാണ്, പക്ഷെ അത് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഒരു ആരാധനയാണ് ദൈവത്തിന് സ്വീകാര്യമായ ആരാധന. വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് കാണാം, അവരെപ്പോഴെല്ലാം കരങ്ങൾ ഉയർത്തിയോ. നിങ്ങൾ ശാലോം ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത എവുപ്രാസ്യാമ എന്ന് പറയുന്ന മനോഹരമായ ടെലിവിഷൻ സീരിയൽ കണ്ടോ? അതിൽ എവുപ്രാസ്യാമ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ എല്ലാം ജീവിതം അനുഗ്രഹിക്കപ്പെടുക. ഒടുവിൽ മരിക്കാൻ കിടക്കുകയാണ്, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, നാക്ക് തളർന്നുപോയി. ജനങ്ങൾ കോൺവെന്റിന്റെ ചുറ്റും വന്ന് എന്താ പണ്ടത്, വലിയൊരു ക്യൂ ആണ്. റേഷൻ കടയുടെ മുമ്പിൽ തിരക്കുള്ള സമയത്ത് ആളുകൾ സാധനം വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നത് പോലെ പണ്ടത്തെ കാലത്ത് ഈ അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ട് ജനങ്ങളെല്ലാം ഒല്ലൂറിലെ മഠത്തിൻ്റെ ചുറ്റും വലിയൊരു ക്യൂ ആയിട്ട് നിൽക്കുക. കാര്യം എന്നറിയാമോ? സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ അമ്മ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അവിടെ ഒച്ചയുമില്ല, ബഹളവുമില്ല, കയ്യടിയുമില്ല. പക്ഷേ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അമ്മ അവിടെ കിടപ്പുണ്ട്, വിപ്രാസ്യാമ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മളിത് പഠിക്കണം. കർത്താവിൻ്റെ കൂടെ പോകാൻ കുറുക്കു വഴികളില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു കുറുക്കു വഴി കണ്ടെത്തിയതാണ്. നല്ല അനേക സഭ എന്ന് പറയുന്ന 2000 വർഷം പഴക്കമുള്ള ഒരു മുത്തശ്ശിയാണ് സഭ, ഒരു വല്യമ്മച്ചിയാണ് സഭ. 2000 വർഷത്തെ പ്രായം. അതിലുള്ള ഒരു കൊച്ചു സംഭവം മാത്രമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം. ഒരുപാട് ആത്മീയ മുന്നേറ്റങ്ങൾ വന്നതിൻ്റെ അകത്ത് ഒരു മുന്നേറ്റം മാത്രമാണ്, അതെല്ലാമല്ല. പക്ഷെ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെതാണ്. ഒരുപാട് ആത്മാക്കളെ നേടാൻ ദൈവം കണ്ടെത്തിയ ഒരു മാർഗം തന്നെയാണ്. പക്ഷേ അത് വിശുദ്ധ വസ്ത്രങ്ങൾ അണിയാതെ നമ്മൾ ദൈവത്തെ ഒച്ചയും ബഹളമിട്ട് മാത്രം സ്തുതിച്ചാൽ ജെറിക്കോടെ കോട്ട തകരത്തില്ല. നമുക്കിന്ന് തീരുമാനമെടുക്കാം. കർത്താവേ, അങ്ങ് ജനത്തോട് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ചെരുപ്പുകളെ അഴിച്ചു മാറ്റുന്നു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ വിട്ടുതരുന്നു, എന്നിട്ട് ഞാൻ അങ്ങേ ആരാധിക്കാൻ തീരുമാനമെടുക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, ജെറിക്കോ കോട്ടകൾ ഉയർന്നു വരുമ്പോൾ എന്നെ തന്നെ എളിമപ്പെടുത്തുവാനും താഴ്ത്തുവാനും അവിടുന്ന് കൃപ തരണമേ. വിശുദ്ധ വസ്ത്രമണിഞ്ഞ് സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.